അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ 2 കിലോ വെയിറ്റ് വരുന്ന അടിപൊളിയൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗരം മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 20 ഗ്രാം വലിയ ജീരകം എടുത്തിട്ടുണ്ട്, 2 സ്റ്റാർ എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേക ഒരു അളവൊന്നും വേണ്ട. പിന്നെ ഞാൻ സാജീരകമാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ജീരകമല്ല, സാജീരകം തന്നെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതൊരു 5 ഗ്രാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ജാതിക്കയും 2 ജാതിപത്രി, 2 or 3 ഒക്കെ ആവട്ടെ. ജാതിക്ക 1 മതി. ഞാൻ 10 ഗ്രാം ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത്, 10 ഗ്രാം. പിന്നെ ഞാൻ 15 ഗ്രാം പട്ടിയും 15 ഗ്രാം ഏലക്കയും. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്കൊരു പാന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായതിൻ്റെ ശേഷം ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജാതിക്കയാണ്. ജാതിക്ക കണ്ടോ, എൻ്റെത് കേടാണ്, ഉള്ളു മുഴുവനും പൊട്ടയാണ്. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് പിന്നെ നല്ലൊരു ജാതിക്ക എടുത്തിട്ട് മാറ്റിയിട്ട് കൊടുത്തു. എപ്പോഴും നമ്മൾ ജാതിക്ക എടുക്കുമ്പോൾ പൊട്ടിച്ചിട്ട് വേണം, കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കണ്ടോ, അടക്ക പോലെ ഇരിക്കും ജാതിക്ക നല്ലതാണെങ്കിൽ. അങ്ങനെ ഞാൻ പിന്നെ നല്ലത് തിരഞ്ഞെടുത്തിട്ട് പിന്നെ ഒന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് വെക്കേണ്ട ലോ ഫ്ലെയിമിൽ. എന്നിട്ട് പിന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. നല്ല പൗഡറായിട്ട് പൊടിക്കണ്ട കേട്ടോ, ഒരു കുറച്ച് തരിതരിയായിട്ട്. ഇത് കണ്ടോ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 1.5 മാസത്തിന് യൂസ് ചെയ്യാനുണ്ടാവും ഇത്. ഇനി ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 2 ചെറുനാരങ്ങൻ്റെ നീരും 1.5 ടീസ്പൂൺ ഉപ്പ് പൊടി, ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഞാൻ ചിക്കനൊന്ന് മസാല തേച്ച് എടുക്കുകയാണ്. ചെറുനാരങ്ങ നീര് ഞാൻ കുരുപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കയ്യിൽ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. മഞ്ഞൾ എപ്പോഴും കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം ബിരിയാണിയിൽ മഞ്ഞ കളർ കൂടിയാൽ നമുക്ക് കാണാനും ഭംഗി ഉണ്ടാവില്ല, പിന്നെ ടേസ്റ്റിനും ഒരു മാറ്റം വരും. 1 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാലയും ഉപ്പും 1.5 ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടി കാലും എല്ലാം കൂടിയിട്ട് മിക്സാക്കിയിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിലുപ്പും പുളിയും പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് തേച്ച് വെക്കാന്നേ ഉള്ളൂ. തേച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ബിരിയാണിയാണ്. നിങ്ങൾക്ക് ഞാൻ ഇതിൽ 2 കിലോനാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇതിങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് എത്ര കിലോ വേണമെങ്കിലും വെച്ചെടുക്കാം കേട്ടോ. ഇനി അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ നല്ല ഒരു ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കാഷ്യും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് അതൊന്ന് വറുത്ത് കോരാം. നമുക്ക് ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു കഷ്ണം ക്യാരറ്റും ഉണ്ട്, അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് കോരിയെടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചെടുത്തെങ്കിലേ നമുക്കിതിൽ നെയ്യിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണെങ്കിലും നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ എപ്പോഴും നെയ്യിലാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. കുറേ നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ വലിയൊരു സവാള അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ കണ്ടോ, ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇത് ചൂടാറിയാൽ ഒന്നും കൂടി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മുരുമുരേനായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ബാക്കി ആ നെയ്യും ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ബാക്കിയുള്ള നെയ്യും കൂടി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുത്തു. പിന്നെ അത് കൂടാണ്ട് ഏറെ 2-3 ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവും നമുക്ക് 2 കിലോ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാൻ. നമ്മൾ ഓയിൽ കുറേ ഒഴിച്ചു കൊടുക്കണേലേറെ നല്ലത് നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടേസ്റ്റും അങ്ങനെ തന്നെയാണ്, നമുക്ക് ഹെൽത്തി വേസിലും ആണെങ്കിലും നമുക്ക് നെയ്യാണ് നല്ലത്. ഇനി ഞാൻ 8 സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് 2 കിലോ അരിയാണല്ലോ ഞാൻ വെക്കുന്നത്. അപ്പോൾ 1 കിലോനാണെങ്കിൽ 4 സവാള മതി. മീഡിയം സൈസ് സവാള 4 മതി. നിങ്ങളിങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിലോ ബിരിയാണി വേണമെങ്കിലും വെക്കട്ടോ. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് 2 കിലോൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത് ഞാനൊരു 100 ഗ്രാം തികയൂല വെളുത്തുള്ളി. ഇഞ്ചി അതേപോലെ തന്നെ ഒരു 90-95 ഗ്രാമാണ് ഇഞ്ചി. ശരിക്കും നമുക്ക് 25 ഗ്രാം തൊട്ടിട്ട് 50 ഗ്രാം വരെ 1 കിലോ ചോറിനെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി 50 ഗ്രാം, വെളുത്തുള്ളി 50 ഗ്രാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 100 ഗ്രാം തികയൂലാന്ന്. അപ്പോൾ 25 ഗ്രാം തൊട്ടിട്ട് 50 ഗ്രാം വരെയാണ്. അത് നമുക്ക് നല്ല വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ശരിക്കും 50 ഗ്രാം വേണ്ടി വരില്ല 1 കിലോന്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്.
അതൊന്ന് ഇട്ടുകൊടുത്ത് നല്ലോണം എണ്ണ തെളിയണ വരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. സവോള കണ്ടില്ല നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു 13 to 14 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 കിലോൻ്റെ അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയണത്. 14 പച്ചമുളക് 1 കിലോനാണെങ്കിൽ 7 8 മതി. അത് നന്നായി വഴന്ന് വന്നതിൻ്റെ ശേഷം നല്ലോണം പച്ചച്ചവ മാറണ വരെ വഴറ്റണം കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ പച്ചമല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ പൊടിപ്പാണെങ്കിൽ 1.5 to 2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി വഴറ്റിയെടുക്കുക കേട്ടോ. ഞാൻ മറന്നുപോയി തക്കാളി ഇടാനേ. ശരിക്കും തക്കാളി ഇട്ടിട്ടാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ പൊടികൾ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ തക്കാളി പിന്നെ ഓർമ്മയായിട്ടാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ തവി കണ്ടല്ലോ, ഇതിന് 4 തവി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2 കിലോനാണെന്ന്. 1 കിലോനാണെങ്കിൽ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മതി കേട്ടോ തൈര്. ടേബിൾ സ്പൂൺ ഇത് തവിയാണ്. 1 കിലോയ്ക്ക് 2 തവി മതി, 2 കയ്യിൽ മതി 1 കിലോനാണെങ്കിൽ. 2 കിലോയ്ക്കാണ് ഞാൻ 4 തവി ഒഴിച്ചു കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ കണക്കിനാണെങ്കിൽ ഒരു 2 to 3 ടേബിൾ സ്പൂൺ മതി 1 കിലോന്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറന്നു പോയി. പിന്നെ ഞാൻ ഒരു 7 തക്കാളി, കുറച്ച് വലിയ തക്കാളി ആയിരുന്നു, 7 തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 കിലോന് 4 തക്കാളിയാണ് വേണ്ടത്. 2 കിലോന് 8 തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണെങ്കിലാണ് കേട്ടോ. അത് വലിയ തക്കാളി ആയിരുന്നു, അപ്പോൾ ഞാനൊരു 7 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇത് ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് എണ്ണ തെളിയണ വരെ ഇതും നമുക്ക് വെയിറ്റ് ചെയ്യണം. എല്ലാം ഇട്ട് ഇളക്കിയതിൻ്റെ ശേഷം എണ്ണ തെളിയണ വരെ വെയിറ്റ് ചെയ്യണം. ശരിക്കും നമ്മൾ തൈരും ചപ്പും പൊടികളൊക്കെ തക്കാളി ഇട്ട് എണ്ണ തെളിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈം മറന്നു പോയിട്ട് ആദ്യം അത് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ബേസിലൊന്നും മാറ്റം വരില്ല. പക്ഷേ എല്ലാം ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ്. അതിൻ്റെ ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കന് നന്നായിട്ട് കുക്കാവുന്ന വരെ നമുക്കൊരു 10-20 മിനിറ്റ് നല്ലോണം മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കുറേ സമയം എടുത്തിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴാണ് ഈ ബിരിയാണിക്ക് ടേസ്റ്റ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഇനി അവിടെ കടന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബിരിയാണിക്കൊരു അച്ചാർ വേണമല്ലോ കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നീളമുള്ള മാങ്ങയാണ്, എന്താ പറയുക, വെള്ളരി മാങ്ങ എന്നൊക്കെ പറയും നമ്മളിവിടെ. അപ്പോൾ അത് ചെറുതായി കുനുകുനേനെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 ടീസ്പൂണ് അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 മാങ്ങയാണ്. ഇനി ഞാൻ അതിലേക്കൊരു 2 ടീസ്പൂൺ ഇതേപോലെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് ചെറിയ മാങ്ങയാണ്. ഇത് നന്നായി മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇനി ഇതൊരു വറവിടണം. അത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ. നമുക്ക് കുറേ ദിവസമൊന്നും ഇരിക്കില്ല, പെട്ടെന്ന് കഴിക്കണം. ഇനി ഞാനൊരു പാനിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ. അതിലേക്ക് കടുകും 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഒന്ന് പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഉണക്കമുളക് 2 വറ്റൽമുളകാണ് അതും പൊട്ടിച്ചിട്ടിട്ട് കരിവേപ്പിൻ്റെ ഇലിട്ടൊന്ന് വറവായതിൻ്റെ ശേഷം നമുക്ക് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ്. നമുക്ക് കുറേ ദിവസം ഇരിക്കില്ല, പെട്ടെന്ന് കഴിക്കണം. ചീത്തയായി പോകും, കുറേ ദിവസം ഇരിക്കില്ല. പിന്നെ ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. ഒന്ന് നന്നായി മിക്സാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മൾ ചിക്കന് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി. നമ്മൾ ബിരിയാണിയൊക്കെ എന്താ പറയുക, പെട്ടെന്ന് കുക്കാക്കി എടുക്കണ ബിരിയാണി ഉണ്ട്. ടേസ്റ്റ് ഇല്ല എന്നല്ല, അതും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. ഉള്ളി നന്നായി വഴറ്റിയിട്ട് എണ്ണ തെളിഞ്ഞിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതും നന്നായി വഴന്ന് വന്നതിൻ്റെ ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക ചതച്ചത്, പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ പൊടികളും തൈരൊക്കെ ഇട്ടതിൻ്റെ ശേഷം നന്നായി വഴന്നിട്ട് പിന്നെ ചിക്കൻ ഇട്ട് വേവിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ബിരിയാണി വെച്ചാൽ. ഇനി ഞാൻ കുറച്ച് വലിയൊരു കലത്തിലാണ് ഞാൻ ബിരിയാണിക്ക് അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്, കാരണം ലൂസായിട്ട് വേവാൻ വേണ്ടിയിട്ട്. ഞാൻ പാകത്തിന് കല്ലുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 കിലോ അരിയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. ഇത് പുറത്തൊരു കിച്ചണുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കൽ പുറത്ത് കിച്ചണിൽ പോയിട്ടാണ്.
നമുക്ക് അരി ഞാൻ 2 കിലോ അരി ഞാൻ ഒരു 10-15 മിനിറ്റ് നേരം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇട്ട് വെച്ചിട്ടില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അരി ഫിർദൗസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള അരി. അങ്ങനെ നമുക്ക് അരി കഴുകിയിട്ട് ഞാൻ കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് നല്ലോണം ഒന്നിച്ച് തിളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. വിറകടുപ്പിലല്ല കേട്ടോ വെച്ചിട്ടുള്ളത്, ഗ്യാസ് സ്റ്റൗവിലാണ്. വലിയ ഗ്യാസ് സ്റ്റൗ ഉണ്ട്, അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാനിതിനെ കുക്കാക്കി എടുക്കുന്നത്. പിന്നെ ഞാൻ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ദമ്മിടുന്നത്, പക്ഷേ അരി വേവിക്കണത് ഇങ്ങനെ വലിയ ഗ്യാസ് സ്റ്റൗവിലാണ്. ഇനി നമുക്ക് ഇപ്പോൾ കണ്ടോ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറ് കോരിയെടുക്കാം കേട്ടോ. നമ്മളിവിടെ ഇതിന് ഒരു കയ്യിൽ നിന്ന് തന്നെയാണ് പറയണത്, എല്ലാ നാട്ടിലും എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നന്നായി വേവും വേണ്ട, എന്നാൽ വേവ് കുറയാനും പറ്റില്ല. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയതിൻ്റെ ശേഷം ഞാൻ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ അത് ഓഫാക്കിയിട്ടാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം ഇനി. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുമില്ല, എന്നാൽ വേവ് കുറവാനും പറ്റില്ല. നമുക്ക് ഇങ്ങനെ പിടിച്ച് നോക്കിയാലോ അല്ലെങ്കിൽ ഒന്ന് കടിച്ച് നോക്കിയാലോ അറിയാം ചോറ് വെന്തിട്ടുണ്ടോ ഇല്ലേന്ന്. ഒരു മീഡിയം സൈസ് വേവാകുമ്പോഴാണ് നമ്മൾ കോരിയെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ മുഴുവൻ വലിയൊരു കൊട്ടയിലേക്ക് കോരിയെടുത്തതിൻ്റെ ശേഷം പിന്നെ ചോറ് ദമ്മിടുകയാണ് കേട്ടോ. ഇത് നോമ്പ് തുറക്കുമ്പോഴേക്കാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് വേറെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ബിരിയാണി മാത്രമല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സമൂസയും ചിക്കൻ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 കിലോ ദമ്മിടുന്ന ചെമ്പാണിത്. അതിലേക്ക് ഞാൻ ഇറച്ചി മുഴുവനും അടിയിൽ ഇട്ട് കൊടുത്തു കേട്ടോ. തീ കത്തണ കണ്ടോ, ഞാൻ ഇനി ചോറ് അടുപ്പിലാണ് ഞാൻ ദമ്മിടുന്നത്. ചിക്കൻ മുഴുവനും ഞാൻ ആ അടിയിൽ പരത്തി ഇട്ട് കൊടുത്തു. അതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ലെയറായിട്ട് വെക്കാൻ മാത്രമുള്ള ചിക്കനൊന്നുമില്ല, 2 കിലോ ചിക്കനല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് ഒറ്റ ലെയറിന് തന്നെയുള്ളൂ ഉണ്ടായിട്ട്. ഇനി കണ്ട ചോറ് കണ്ടാൽ തന്നെ അറിയാം ഒരു പാകത്തെ വേവാണെന്ന്. ഇനി നമുക്ക് ചോറ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ചെറുനാരങ്ങ നീരാണ് കേട്ടോ, അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് കോരി വെച്ച സാധനങ്ങളുണ്ടല്ലോ, ഉള്ളിയും പിന്നെ കാഷ്യൂം കിസ്മിസൊക്കെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം 1 ടീസ്പൂണ് ഗരം മസാലയും പിന്നെ നല്ലോണം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയും പുതിനയും കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം വീണ്ടും നമുക്ക് ചോറ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. എത്ര ചോറുണ്ടോ അത്രയും റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ചോറ് വെക്കുമ്പോൾ എപ്പോഴും കൂടുതൽ വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ചോറ് ഊറ്റിയെടുക്കാൻ. അല്ലെങ്കിൽ എന്താ പറയുക, ചോറിങ്ങനെ കുറഞ്ഞ വെള്ളത്തിലാവുമ്പോൾ ചോറിന് ഒരു ഒട്ടൽ വരും. അപ്പോൾ എപ്പോഴും ചോറ് വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം വെച്ചിട്ട് ഊറ്റിയെടുക്കണം. ഞാൻ വീഡിയോ ഫാസ്റ്റ് ആക്കിയതാണ് കേട്ടോ, ലെങ്ത്ത് കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട്. നമ്മളെപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ ബിരിയാണി ഉണ്ടാക്കൽ ഇങ്ങനെയാണ്, കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ്. നമ്മൾ ഈ ബിരിയാണി കഴിച്ചാൽ നമ്മൾ വേറെ ഏത് ബിരിയാണി കഴിക്കുമ്പോഴും നമുക്ക് ഇത്ര ടേസ്റ്റ് തോന്നില്ല. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. അല്ല അതും ടേസ്റ്റ് ഇല്ല എന്നല്ല, ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇതിനൊരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണി. നമ്മൾ കുക്കറിലൊക്കെ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക സമയമില്ലെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ബിരിയാണി ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക വേറൊരു ടേസ്റ്റാണ്. എല്ലാം കൂടുതൽ നേരം വഴറ്റി എണ്ണ തെളിഞ്ഞ് സിമ്മിലിട്ടിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് ടൈം വേണം. അങ്ങനെ ടൈം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ സെയിൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ബിരിയാണി ചെയ്തെടുക്കൽ. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് അവർക്കൊക്കെ ചെയ്ത് കൊടുക്കൽ. ഞാൻ പറഞ്ഞല്ലോ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ശേഷം മല്ലിയും പുതിനയും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ ഗരം മസാല 1 ടീസ്പൂണ്, നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ, ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നല്ലോണം ഒന്നും കൂടി മിക്സാക്കി കൊടുക്കണം കേട്ടോ ചോറ്. എന്നെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, 2 ടേബിൾ സ്പൂണ്. എന്നിട്ട് ഞാനൊന്ന് ഒക്കെ ഒന്ന് ചോറിനെയൊക്കെ ഒന്ന് തട്ടി മാറ്റി ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ നമുക്ക് കോരിയെടുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് അതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടി കൂട്ടിയിട്ട് ഒന്നും കൂടി സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്.
അതൊക്കെ ഒന്നൊരു കണക്കിലിട്ട് നമുക്ക് കയ്യിലുള്ളതുപോലെ ഇട്ട് കൊടുക്കുക. കുറേ അല്ല, നമുക്കൊരു പാകം അറിയാമല്ലോ, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കോരിയെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി എല്ലാം കൂടി മിക്സാക്കിയിട്ട് അതിൽ മല്ലിയും പുതിനയൊക്കെ ഇട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫോയിൽ കവർ ചുറ്റിയിട്ട് ദമ്മിടാൻ വെക്കുകയാണ് കേട്ടോ. നമുക്കൊരു 20 to 30 മിനിറ്റ് വരെ വലിയ തീയില്ലാണ്ടാണ് നമ്മൾ ദമ്മിടേണ്ടത് ഫോയിൽ കവർ വെച്ചതിൻ്റെ ശേഷം. അപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് നല്ല ചൂടുള്ള അടുപ്പാണ്, അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാത്ത കാരണം ഇക്കയാണ് പിന്നെ വെച്ചിരുന്നത് കേട്ടോ. ഇനി നമ്മളിത് തുറക്കൂല, അങ്ങനെ തന്നെ ഇവർക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക്, കസ്റ്റമർക്ക് ഇങ്ങനെ തന്നെ കൊടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നല്ല തീയുള്ള അടുപ്പിൽ ഒരു 20 to 30 മിനിറ്റ്. പിന്നെ മേലെ ഒരു കനം വെച്ച് കൊടുത്താൽ അങ്ങനെ എന്താ പറയുക, നല്ല പ്രസ്സിലടഞ്ഞ് നിന്നോളും. പിന്നെ ഞാൻ തൈരുണ്ടാക്കി. ബിരിയാണിക്ക് ഒരു തൈരും വേണമല്ലോ, അച്ചാറും ഒരു തൈരൊക്കെ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്തിട്ട് അവർക്ക് അച്ചാർ ഇതാണ്. പക്ഷേ അവർ അച്ചാർ കാർന്നെടുക്കാൻ മറന്നുപോയി. നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു, അവരെടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഏകദേശം നോമ്പ് തുറക്കുന്ന ടൈമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ വന്ന് കൊണ്ടുപോയി. പിന്നെ സമൂസയും ചിക്കൻ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പാക്കാക്കി കൊടുത്തു. അപ്പോൾ എത്രക്കുള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ.